ഒന്ന് ഒളിഞ്ഞ് പാമ്പ്ളാനി പിതാവിനെ ഒന്ന് വിമർശിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ പാമ്പ്ളാനി പിതാവ് പറയാനുള്ള കാര്യം നല്ല വൃത്തിയായി വെടിപ്പായി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്നുള്ളതും സഭയിൽ എല്ലാവർക്കും മനസ്സിലായതാണ്. ഞാൻ ഇന്നലെയും ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രകടനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സഭയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, സഭയ്ക്കറിയാം എന്താണ് നടന്നതെന്ന്. കാരണം സഭ ആരെയാണ് ബന്ധപ്പെട്ടതെന്ന് സഭാപിതാക്കന്മാർക്കറിയാം, പിതാക്കന്മാരുമായി നേരിട്ട് സംസാരിച്ചവർ ആരൊക്കെയാണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് ആരൊക്കെയായിട്ടാണ് സഭാപിതാക്കന്മാർ ബന്ധമുള്ളത്, സംസാരിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്ക് എത്തിയത് എന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നല്ല ധാരണയുണ്ട്. നിങ്ങളെ പോലെ തെറ്റിദ്ധാരണയല്ല, അങ്ങനെയല്ല. താങ്കൾ കൂടി അംഗമായ സഭയുടെ പിതാക്കന്മാരെ അങ്ങനെ പറയരുത്. അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. സിറോ മലബാർ സഭയിലെ അല്ല, ഇവിടെ 2-3 ആൾക്കാർ വിചാരിച്ചാൽ പിടിച്ച് അകത്തിടാനും ഇറക്കി വിടാനും പറ്റും എന്നുള്ള നല്ല ധാരണയുണ്ട്.